ശരിക്കും എന്തായിരുന്നു ഇഷ്യൂ? പ്രസാദേട്ടനും അമ്മാവനും കൂടി എന്ത് പറഞ്ഞാ തെറ്റിയേ? സത്യത്തിൽ ഞാനൊന്നും കേട്ടില്ല. ഞാനും അമ്മായിയും അടുക്കളയിലായിരുന്നു. ഇതാ കുഴപ്പം. സ്പോട്ടിലപ്പോ ചേച്ചിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ തർക്കം ചിലപ്പോൾ ഒഴിവായനെ. കൃത്യസമയത്ത് അടുക്കളയിൽ ഇങ്ങ് ചേക്കേറിയല്ലേ. ഞാനുണ്ടെങ്കിൽ എന്താ, പറയാനുള്ളത് അവര് പറയില്ലേ. വാദിക്കാനും സമർത്ഥിക്കാനും പ്രസാദേട്ടൻ ഒട്ടും പിന്നോട്ടല്ല. അത് നിനക്കറിയില്ലല്ലോ. കുറച്ചൊക്കെ അറിയാം. എനിക്ക് മുഴുവനും അറിയാം. ഒരുപക്ഷെ അത് ചേച്ചിയുടെ തെറ്റിദ്ധാരണ ആയിക്കൂടെ? ആർക്കും ആരെയും മുഴുവനായിട്ട് അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായം പറഞ്ഞോട്ടെ. പ്രസാദേട്ടനെ പറ്റി ആദ്യം, അതായത് നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന ഇംപ്രഷൻ അല്ല ഇപ്പോ. മറ്റുള്ളവരെ വെറുതെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരാളായിട്ടാ അന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ അങ്ങനെയല്ല. നല്ല ഈഗോ ഒക്കെ ഉള്ള കക്ഷി തന്നെയാ, സമ്മതിച്ചു. പക്ഷെ സെൽഫ് റെസ്പെക്ട് ഉള്ള ആർക്കും ഉണ്ടാവില്ല ഈഗോ. നമ്മളത് മനസ്സിലാക്കി പെരുമാറിയ കാര്യങ്ങൾ വളരെ സിമ്പിൾ. നീ പ്രസാദേട്ടനെ കൃത്യമായി പഠിച്ചതുപോലെ ഉണ്ടല്ലോ. മുഴുവനൊന്നുമില്ല, ഒരു 55%. ചേച്ചി എത്ര % പഠിച്ചു? ആളിന്റെ കൂടെയല്ല ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. കൊല്ലങ്ങളോളം ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനാവാത്ത കപ്പിൾസ് ഇല്ലേ? അങ്ങനെ തമ്മിൽ അറിയാതെ ജീവിച്ച് മടുക്കുമ്പോഴാണല്ലോ അവർ ഡൈവേഴ്സിലേക്ക് തിരിയുന്നത്. ആഹാ, നീ വിചാരിച്ച മാതിരി അല്ലല്ലോ. വളരെ മെച്ചൂർഡ് ആയിട്ടുണ്ടല്ലോ. ഏത് പുസ്തകത്തിൽ നിന്നാ കിട്ടിയത് ഈ ജനറൽ നോളജ് ഒക്കെ? ഇതറിയാൻ എന്തിനാ പുസ്തകം വായിക്കുന്നേ? ചുമ്മാ ചുറ്റും നോക്കിയാ പോരെ. ചേച്ചിയുടെ മാതിരി ജീനിയസ് ഒന്നും അല്ലെങ്കിലും ആളുകളെ മനസ്സിലാക്കാനുള്ള കുറച്ച് സൈക്കോളജിയൊക്കെ എനിക്കും അറിയാം. കൃഷ്ണമാമന്റെ വീട്ടിൽ വിരുന്നു പോകാൻ മടിയായിരുന്ന പ്രസാദേട്ടൻ എങ്ങനെയാ പിന്നെ പോവാന്ന് സമ്മതിച്ചേ? അറിയാമോ? അറിയാം. നീ പ്രസാദേട്ടനെ കാണാൻ ചെന്ന വിവരം പ്രസാദേട്ടൻ പറഞ്ഞിരുന്നു. ഇപ്പം മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ ബുക്സ് ഒന്നും വായിക്കേണ്ട കാര്യമില്ലാന്ന്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ടൈമിൽ തുറന്നു തന്നെ പറയണം ചേച്ചി, എങ്കിലേ നടക്കൂ. ചേച്ചിയുടെ നേച്ചർ എനിക്കറിയാം. മനസ്സിലുള്ളതൊന്നും പുറത്ത് കാണിക്കില്ല. ജസ്റ്റ് ഓപ്പോസിറ്റാ ഞാൻ. മനസ്സിലുള്ളത് തുറന്നു തന്നെ പറയും. അതുകൊണ്ട് ദോഷം ഉണ്ടാവാം, പക്ഷെ ഗുണവും ഉണ്ട്. എന്താ, ശരിയല്ലേ? പക്ഷേ ആ വിരുന്നു പോക്ക് ഇങ്ങനെ കലാശിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അച്ഛന് വലിയ വിഷമായിട്ടുണ്ടാവും അല്ലേ? അച്ഛൻ കൃഷ്ണമാമനെ കാണാൻ പോയിരുന്നു ഈ വെടിക്കെട്ടിന്റെ കാര്യമൊന്നും അറിയാതെ. എന്നിട്ട് കൃഷ്ണമാമൻ അച്ഛനോട് ഇതേപ്പറ്റി എന്തെങ്കിലും? ഇത് മാത്രമല്ല, ഇതിലപ്പുറം പറഞ്ഞു. കല്യാണം നടത്താൻ കാശ് തന്ന് സഹായിച്ചത് വരെ അച്ഛന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഈശ്വര, അച്ഛനതൊട്ടും പ്രതീക്ഷിച്ചതല്ല. നാളെ ഇക്കാര്യം പ്രസാദേട്ടനെങ്ങാനും അറിയോന്ന് അച്ഛന്റെ ടെൻഷൻ. അറിഞ്ഞ എന്തൊരു നാണക്കേടായിരിക്കും. വേണ്ടായിരുന്നു. അച്ഛന്റെ അഭിമാനം പണയം വെച്ച് ഇതൊന്നും നടത്തേണ്ടിയിരുന്നില്ല. ഞാൻ കാരണം പാവച്ചൻ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛന് നമ്മൾ കാരണം നഷ്ടമായ അഭിമാനം നമ്മൾ തന്നെ തിരിച്ചു കൊടുക്കണം. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്ക്. ഹലോ. ഹലോ, വെൽക്കം. എപ്പോഴെത്തി? ഇപ്പൊ എത്തിയുള്ളൂ. പെർമിഷൻ കൂടാതെ അതിക്രമിച്ച് കടന്നതിൽ വിരോധമുണ്ടോ? എങ്കിൽ ഞാൻ വെൽക്കം എന്ന് പറയില്ലല്ലോ. താങ്ക് യു. സ്മാർട്ട് ആയിട്ടുള്ള അതിഥികൾ വരുന്നത് നല്ല കാര്യമാണ്. അയ്യോ, ഞാൻ അതിഥിയല്ല, പ്രസാദേട്ടന്റെ ബന്ധുവാ. ബന്ധുവായതുകൊണ്ട് ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. പൊതുവെ ഈ ബന്ധുക്കൾ എന്ന് പറയുമ്പോ അത്ര സുഖമുള്ളൊരു വർഗമല്ല. അനുഭവത്തിൽ നിന്നാണോ ഈ കമന്റ്? പ്രസാദ് പറയുന്നതൊക്കെയും അനുഭവത്തിൽ നിന്നായിരിക്കും. കാരണം ഞാൻ ഇമാജിനേറ്റീവ് അല്ല, തന്റെ ചേച്ചിയെ പോലെ. ഞാനും അല്ല. അതെനിക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? അതറിയാനല്ലേ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എന്ത് വിശേഷം? അങ്ങനെയല്ലല്ലോ പത്രത്തിൽ വായിച്ചത്.
നവദമ്പതികൾ എവിടെയോ വിരുന്നു പോയെന്നോ അവിടെ എന്തോ പൊട്ടലും ചീറ്റലും ഉണ്ടായെന്നോ. അപ്പോഴേക്ക് ന്യൂസ് അങ്ങ് എത്തിയോ? ന്യൂസ് ആരാ ടെലികാസ്റ്റ് ചെയ്ത്? അമ്മാവനോ അത് സ്വന്തം ചേച്ചിയോ? പറഞ്ഞതാരെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും മഹാ കഷ്ടമായിപ്പോയി. ഇങ്ങനെ ഒരു സീൻ ഉണ്ടാവും അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങോട്ട് പോവാൻ പ്രസാദേട്ടനെ ഞാൻ നിർബന്ധിക്കുകയില്ലായിരുന്നു. അബദ്ധം പറ്റി. തെറ്റ് എന്റെ ഭാഗത്താണെന്ന് യമുനയ്ക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. വെറുതെ കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നവനാണോ ഞാൻ? അതും ഞാൻ പറഞ്ഞില്ലല്ലോ പ്രസാദേട്ടാ. പിന്നെന്തിനാ ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? എന്റെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഒരാളല്ല മനുഷ്യൻ. എന്നിട്ടും യമുന പറഞ്ഞപ്പോ ഞാൻ പോവാൻ തയ്യാറായില്ലേ? പോയില്ലേ? അങ്ങനെയുള്ള ഞാൻ അവിടെ ചെന്ന് ഒരു ഇഷ്യൂ ഉണ്ടാക്കുമെന്ന് യമുനയ്ക്ക് തോന്നുന്നുണ്ടോ? തുറന്നു പറഞ്ഞോളൂ. ഇല്ല. പിന്നൊരു കാര്യം, ഇൻസൾട്ട് അതാരിൽ നിന്നായാലും പ്രസാദ് സഹിക്കില്ല. നിങ്ങളുടെ അമ്മാവനൊരു എഞ്ചിനീയർ ആവാത്തത് എന്റെ കുറ്റം കൊണ്ടാണോ? അല്ലല്ലോ. അത് ശരി. അപ്പോ ഡയലോഗ് ആ രീതിയിലായിരുന്നു അല്ലേ? പ്യൂണിന് ക്ലർക്കിനോട് ജലസി ഉണ്ടാവും, ക്ലർക്കിന് സൂപ്രണ്ടിനോട് ജലസി ഉണ്ടാവും, സൂപ്രണ്ടിന് എം ഡിയോട് ജലസി ഉണ്ടാവും. ദാറ്റ് ഇസ് എ നാച്ചുറൽ ഫിനോമിനൻ. അതിന് പ്രസാദ് എന്ത് പഴിച്ചു? ഇപ്പം എനിക്ക് മനസ്സിലായല്ലോ ഇത്തരം ചടങ്ങുകളിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നത് എന്തിനാണെന്ന്. നമ്മുടെ വേവ് ലെങ്ത്തിൽ വരാത്ത കുറേ ബന്ധുക്കളുടെ സംഘത്തിൽ നമ്മൾ ചെന്ന് പെടുക എന്ന് വെച്ചാൽ അതിൽ ഒരു പീഡനമില്ല. സംസാരിക്കാൻ ഒരു കോമൺ സബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. സംസാരത്തിനിടയിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഇംഗ്ലീഷ് അത് അവർക്ക് പിടികിട്ടുമോ? ഇല്ല. ഫലം എന്താ? ടോട്ടൽ കയസ് കൺഫ്യൂഷൻ. പ്രസാദേട്ടൻ പറഞ്ഞത് അത്രേ ശരിയാ, ഞാൻ യോജിക്കുന്നു. പക്ഷേ എന്ത് പക്ഷേ? ഒരു പക്ഷേ ഇല്ല. ഉണ്ട് പ്രസാദേട്ടാ, ഒരു ചെറിയ പക്ഷേ ഉണ്ട്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങള് ചിലപ്പോ നമുക്ക് ചെയ്യേണ്ടി വരില്ലേ? ഇഷ്ടമില്ലാത്തവരോട് ചിലപ്പോ സംസാരിക്കേണ്ടി വരില്ലേ? അതിനല്ലേ ഈ കോംപ്രമൈസ് എന്ന് കാരണവന്മാര് പറയുന്നേ. കാരണവന്മാർ അവിടെ ഇരുന്ന് പറയുള്ളൂ. പ്രസാദന് അതിനൊന്നും കിട്ടില്ല. കിട്ടണം പ്രസാദേട്ടാ. ആചാരങ്ങൾ പ്രസാദേട്ടന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞല്ലോ. പെണ്ണുകാണല്ലോ ഒരു ആചാരമല്ലേ? വിവാഹ നിശ്ചയവും വിവാഹവും ഒരു ആചാരമല്ലേ? അതിനൊക്കെ പ്രസാദേട്ടൻ തയ്യാറായില്ലേ? ഹേയ്, ഇതൊക്കെ ആർഗ്യുമെന്റിന് വേണ്ടിയുള്ള ആർഗ്യുമെന്റ്സാ. അല്ല പ്രസാദേട്ടാ. നോ, ഈ വിഷയമാണ് ഇനി എനിക്ക് കേൾക്കണ്ട. ലെറ്റ് us stop it here. യമുന പോവാണോ? അതെ. പോവാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ആ വിഷയം വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. വേറെ എത്രയോ വിഷയങ്ങൾ കിടക്കുന്നു. തൽക്കാലം എനിക്ക് ആ വിഷയമേ ഉള്ളൂ. പ്രസാദേട്ടന് അത് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ പോകുന്നല്ലേ ഭംഗി. പക്ഷേ ഒരു പക്ഷേയുമില്ല. പിന്നെ കാണാം.